വേനൽ കനക്കുന്നതോടൊപ്പം വേനൽ അവധിയും അരികെയെത്തി. ഹൈറേഞ്ചിലെ പുഴകളുടെ തീരത്ത് ഭീതിയുടെ നാളുകളാണ്. പുഴകളിലെ കയങ്ങൾ അപകടക്കെണി വിരിക്കുന്നതാണ് തീരത്തെ ജനങ്ങളെ ഭീതിയുടെ മുൾമുനയിലാക്കുന്നത്. വേനൽ അവധിക്കാലത്താണ് കയങ്ങൾ കുട്ടികളുടെയും യുവാക്കളുടെയും എല്ലാം ജീവനെടുക്കുന്നത്. ഒരു വേനൽ അവധിക്കാലം കൂടി അരികിലെത്തിയിരിക്കുകയാണ്. പരീക്ഷാച്ചൂട് കഴിയുന്നതോടെ കുട്ടികളിൽ നിയന്ത്രണം ഇല്ലാതാവും. ഇതോടെ കുട്ടികൾ പുഴയിൽ കളിക്കാനും ഉല്ലസിക്കാനും എത്തും. വേനൽ കനത്തതോടെ നദികളെല്ലാം വറ്റി വരണ്ട് കയങ്ങൾ മാത്രമായിരിക്കുകയാണ്. നീന്തൽ അറിയാവുന്നവരും അറിയാത്തവരും പെരിയാറ്റിലെ കയത്തിൽപ്പെട്ട് ജീവൻ നഷ്ടപ്പെട്ടവരിൽ പെടുന്നു. ഒരു വർഷം പെരിയാറ്റിലെ കയങ്ങൾ ഒരാളുടെയെങ്കിലും ജീവനെടുക്കാതെ വേനൽ അവധിക്കാലം കടന്നുപോയിട്ടില്ല. ചപ്പാത്ത് കരിന്തിരി കയത്തിൽ ഒരാളുടെ ജീവൻ പൊലിഞ്ഞിട്ടുണ്ട്. കാളവണ്ടിയും വീണ് കാണാതായ ആൽഡി പോത്തിൻകയമാണ് രണ്ടാമത്തെ അപകടകാരി. ഇവിടെ 3 പേരുടെ ജീവൻ നഷ്ടമായിട്ടുണ്ട്. ഇതിലൊരു സ്ത്രീയും യുവാവും ഉൾപ്പെടും. പരപ്പ് കയത്തിൽ 10ാം ക്ലാസ് അവസാന പരീക്ഷ കഴിഞ്ഞ് കുളിക്കാനിറങ്ങിയ 2 കുട്ടികളുടെ ജീവൻ കയം അപഹരിച്ചു. കൊച്ചുപാലത്തിന് സമീപം ഒരു കുട്ടിയും രക്ഷിതാവും മുങ്ങി മരിച്ചു. തോണിത്തടിയാണ് ഏറ്റവും വലിയ അപകടകാരി. 5 പേരുടെ ജീവനാണ് ഈ കയം കവർന്നത്. അയ്യപ്പൻകോവിൽ തൂക്കുപാലത്തിന് സമീപം ഒരു സ്ത്രീയുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. മഴക്കാലത്തല്ല ഇവരുടെ ജീവൻ നഷ്ടമായതെന്നതാണ് ഏറെ ശ്രദ്ധേയം. ഈ വരുന്ന വേനൽക്കാലത്തെങ്കിലും ആൾക്കാർ കയത്തിൽ വിദേശത്ത് വരുന്നവരും പുറത്തു വരുന്നവരൊക്കെ ഉണ്ട്. ഇവരൊന്നും ഒരു കാരണവശാലും കയങ്ങളിലിറങ്ങി കുളിക്കുകയോ അലക്കുകയോ മറ്റൊന്നും ചെയ്യാൻ പാടില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ കുട്ടികൾ പ്രത്യേകിച്ച് സ്കൂൾ കുട്ടികൾ എക്സാമൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോൾ ഒരാഹ്ലാദത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള പെരിയാറിൻ്റെ തീരത്ത് വലിയ കയങ്ങളിലേക്ക് വന്ന് ചാടാറുണ്ട്. അവരുടെയൊക്കെ ജീവൻ നഷ്ടപ്പെടുന്നത് നമുക്ക് വേദനയോടെയാണ് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. കയങ്ങളുടെ സമീപത്തെ വഴുവഴക്കലും തെറ്റലുമാണ് കൂടുതൽ അപകടത്തിനും കാരണം. കയങ്ങളുടെ ആഴത്തെ പറ്റിയുള്ള അജ്ഞതയും കയങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന അള്ളുകളും ചുഴിയുമെല്ലാമാണ് അപകടത്തിലേക്ക് നയിക്കുന്നത്. വേനൽ ആഘോഷിക്കാൻ എത്തുന്ന കുട്ടികൾ നദിയിലെ കയങ്ങളുടെ സമീപത്ത് കുളിക്കുന്നതും കളിക്കുന്നതും വലിയ അപകടകരമാണ്. നീന്തൽ അറിയാമെങ്കിലും ചിലപ്പോൾ കയത്തിലെ പ്രത്യേക അവസ്ഥയിൽ രക്ഷപ്പെടണമെന്നില്ല. കെ ജയകുമാർ, ഇടുക്കി വിഷൻ ന്യൂസ്, കട്ടപ്പന.